അൻവർ എം എൽ എ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ. സ്കിൻ, ഫേസ്, അതെ, ഏറെയുണ്ട് പറയാൻ. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. എന്തെല്ലാം കൊട്ടിഘോഷത്തോടെയായിരുന്നു പാർട്ടി വിട്ടുള്ള അൻവറിക്കയുടെ വരവ്. എന്തായിരുന്നു ആരവം, എന്തായിരുന്നു ഘോഷം. പറഞ്ഞു തയമ്പിച്ചതാണെങ്കിലും ഈ സിറ്റുവേഷനിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഡയലോഗുണ്ട്. എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി, അമ്പും വില്ലും. എന്നിട്ടോ പവനായി ശവമായി. വന നിയമ ഭേദഗതി നിയമത്തിനെതിരായ പോരാട്ടം UDF ഏറ്റെടുക്കണമെന്നും UDF നേതാക്കൾ കൂടെ നിൽക്കുമെങ്കിൽ മരിച്ചും കൂടെ നിൽക്കുമെന്നുമാണ് PV അൻവർ MLA അറിയിച്ചിരിക്കുന്നത്. ഭയങ്കര ആത്മാർത്ഥതയാ. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പ മരിക്കും. സാർ ഇതുവരെയും മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. അതിനായി UDFന് പിന്നിൽ ഒരു സാധാരണക്കാരനായി നിൽക്കാനും ഇക്ക തയ്യാറാണ്. ഓ, എന്തൊരു എളിമ. തന്റെ പ്രവർത്തനം ആവശ്യമുണ്ടോ എന്ന് വിലയിരുത്തേണ്ടത് UDF ആണ്. വീണ്ടും എളിമയാണ് ഇക്കയുടെ ഇപ്പോഴത്തെ സ്ഥായി ഭാവം. എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം ആരോപണങ്ങൾ ഇറക്കിയും തെളിവുകൾ നൽകിയും തോറ്റു. ലക്ഷങ്ങൾ വരുമെന്ന് പറഞ്ഞ് പാർട്ടി രൂപീകരിക്കാൻ ഇറങ്ങിയിടത്തും തോൽവി. സ്റ്റാലിനൊപ്പം കൂടാമെന്നോർത്തപ്പോൾ സ്റ്റാലിന്റെ 7 അയൽപ്പക്കത്തെത്താതെ അവിടെയും തോൽവി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. 8ന് 16 അടവുകളും തേഞ്ഞൊട്ടിയിരിക്കുമ്പോഴാണ് അടുത്ത തോൽവി ഏറ്റുവാങ്ങാൻ അടുത്ത പടപ്പുറപ്പാടുമായി അൻവറിക്കയുടെ ഇപ്പോഴത്തെ രംഗപ്രവേശനം. ഇനിയിപ്പോ കോൺഗ്രസ് മാത്രമാണ് ആകെയുള്ള പ്രതീക്ഷ. അപ്പോ കോൺഗ്രസിനെ കുറച്ച് പൊക്കിയും എളിമ വാരി വിതറിയും നിന്നിട്ടേ കാര്യമുള്ളൂവെന്ന് ഇക്കയ്ക്ക് നന്നായി അറിയാം. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ, കണ്ണിൽ ഉണ്ണിയാണ്. ഇടതുപക്ഷ വിരുദ്ധത കേൾക്കാൻ കാത്തിരുന്ന കോൺഗ്രസും BJPയും ഒക്കെ അങ്ങ് പുളകം കൊള്ളുകയായിരുന്നല്ലോ. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച് നരസിംഹം എത്തിയതുപോലെ അൻവറിക്ക ഇങ്ങ് എത്തിയപ്പോൾ എന്തായിരുന്നു മാധ്യമങ്ങളുടെയൊക്കെ ഒരു ആവേശം. അൻവറിക്ക വരുന്നു, പത്രസമ്മേളനം വിളിക്കുന്നു, വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അൻവറിക്ക വരുന്നു, പത്രസമ്മേളനം വിളിക്കുന്നു, വെളിപ്പെടുത്തുന്നു. ഇത് തന്നെ പണി. എല്ലാത്തിനും കാണിച്ചുതരാം. ഗോൾ പോസ്റ്റിലേക്ക് എത്താതെ ഗ്രൗണ്ടിൽ കിടന്ന് കറങ്ങിയ പന്ത് പോലായിരുന്നു PV അൻവറും ഇക്കയുടെ ആരോപണങ്ങളൊക്കെയും. ആ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും അത്ര കണ്ട് ഏൽക്കാതെ വന്നപ്പോൾ സ്വന്തമായൊരു രാജ്യം തന്നെ അങ്ങ് സൃഷ്ടിച്ചു കളയാമെന്നോർത്തു നമ്മുടെ അൻവറിക്ക. എന്നാൽ ചീട്ടുകൊട്ടാരം പോലെ ആ മോഹവും തകർന്നടിഞ്ഞു. ലക്ഷ്യങ്ങളെ അണിനിരത്തിയുള്ള രാഷ്ട്രീയ പ്രഖ്യാപന മോഹങ്ങളും വെറും വാക്കുകളിൽ ഒതുങ്ങി. വെറുതെ ഈ മോഹങ്ങളൊക്കെ എന്നറിഞ്ഞിട്ടും ഒരു തായ്വേരിന് വേണ്ടി തമിഴ്നാട്ടിലും കേരളത്തിലും അൻവറിക്ക അലഞ്ഞു തിരിഞ്ഞു. ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന ആശ അധികരിച്ചു നിൽക്കെ സ്റ്റാലിൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവിടെയും നിരാശ തന്നെ ഫലം. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ലെന്നാണോ, അതോ തളരരുത് രാമൻകുട്ടി എന്ന് സ്വയം പറഞ്ഞുകൊണ്ടാണോ എന്തോ കേരളവും തമിഴ്നാടും വിട്ട് പശ്ചിമ ബംഗാളിലേക്കും ഒരു യാത്ര നടത്തിയിരുന്നു നമ്മുടെ ഇക്ക. ഞാൻ ഇനി ഇന്ത്യയിലേക്കില്ല. ആ മോഹം അല്ല, ആ അതിമോഹം എന്നതായിരുന്നെന്നോ. മമതാ ബാനർജിയെ കൂട്ടുപിടിച്ച് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആരംഭിച്ച് അതിന്റെ ഒരു സൈഡിലൂടെ പച്ചപിടിക്കാമെന്നായിരുന്നു ഇക്കയുടെ ധാരണ. എന്നാലോ അതും പാഴായി. മൊത്തത്തിൽ പറഞ്ഞ ഒരു വല്ലാത്ത അവസ്ഥയാണല്ലേ. ഒരു പ്രത്യേക ജീവിതമല്ലേ. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIMനുമെതിരെ പോരാടാൻ UDFനൊപ്പം ചേരുമെന്ന പ്രഖ്യാപനത്തോടെ ആരംഭിച്ച് സകല കോൺഗ്രസ് നേതാക്കളുടെ അടുത്തും അലയുകയാണ് അൻവർ MLA. പലരും ഭയപ്പെട്ടാണത്രേ CPIMലും LDFലും തുടരുന്നതെന്നാണ് ഇക്കയുടെ പുതിയ വാദം. അങ്ങനെ CPIMൽ നിന്ന് ഭയപ്പെട്ടിറങ്ങി ഓടിയതാണത്രേ ഇക്ക. UDF നേതൃത്വമാണ് തന്റെ ഔദ്യോഗിക പ്രവേശനത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇതിപ്പോ അവസാന പിടിവള്ളിയാണേ. ഇതോടെ പോയ ഇക്ക ഖാലി. ഇടതു മുന്നണിയിൽ നിന്ന് പടവെട്ടി ഇറങ്ങി മണിക്കൂറുകൾ ഇടവിട്ട് വാർത്താ സമ്മേളനം നടത്തിയതുപോലെ ആവേശമുത്ത് പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുന്നു, PK കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തെത്തി ചർച്ച നടത്തുന്നു, UDF നേതാക്കളെ കാണുന്നു. ആകപ്പാടെ ജഗപുക. പ്ലാനുകളൊക്കെ അടപടലം തേഞ്ഞെന്ന് വ്യക്തമായിരിക്കുന്നു അൻവറിക്കയ്ക്ക്. എന്നാലും പിടിച്ചു നിൽക്കണമല്ലോ. അതിന് ഡയലോഗുകൾക്ക് ക്ഷാമമില്ല ഹേ. രാഷ്ട്രീയത്തിൽ അഭിപ്രായങ്ങളും നിലപാടുകളും ഇരുമ്പുലയ്ക്ക പോലെ നിൽക്കില്ല. അത് ചിലപ്പോ അങ്ങിട്ടോ ഇങ്ങിട്ടോ ഒക്കെ ആടിയേക്കാം. അല്ല പിന്നെ
സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടുക എന്നതാണ് ഉത്തരവാദിത്തമത്രേ. ഇതെന്നാ നിങ്ങൾ നേരത്തെ പറയാതിരുന്നേ? നമ്മൾ വെറുതെ അങ്ങ് സംശയത്തിന്റെ കുന്തമുനകൾ ഇങ്ങക്ക് നേരെ ഇറക്കിപ്പോയില്ലേ? വനമേഖലയ്ക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതുവഴി പെരുവഴിയിലാകുന്ന ജനങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണയുള്ള സർവ്വവിജ്ഞാന കോശമേ, നമ്മുടെ വിവരമില്ലായ്മയെ കരുതി നിങ്ങൾ അതങ്ങ് ക്ഷമിച്ചുകളാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും, പ്രത്യേകിച്ച് നാടിനു വേണ്ടി, അല്ല ഒരു തിരുത്തുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും വേണ്ടി നിങ്ങൾ കോൺഗ്രസിനൊപ്പം ഒട്ടി നിന്നോയിക്ക. മുഖ്യമന്ത്രി കസേരയും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഇടതുപക്ഷ വിരുദ്ധത പാർട്ടിക്കൊപ്പം ജനങ്ങളിലേക്കും കുത്തിവെച്ച് കൊടുക്കുമ്പോൾ ഇക്ക കൂടി കോൺഗ്രസിനൊപ്പം ഉണ്ടെങ്കിൽ പൊളിയുന്ന നാടകങ്ങളും നാട്യങ്ങളും കണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് നല്ല ചേലന്നെ ആകുമല്ലോ.